വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത് വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞങ്ങളോട് കൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്ക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക എന്നുള്ള വചനമാണ്. ബലശാലികളായ, പ്രാപ്തന്മാരായ, ശ്രേഷ്ഠന്മാരായ, ഉന്നതന്മാരായ, തിന്മ പ്രവർത്തിക്കുന്നവരായ ആളുകൾ പലപ്പോഴും ചെയ്തു വരുന്നതും ചെയ്യുവാൻ വേണ്ടി ഉത്സാഹിക്കുന്നതുമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിർദോഷികളായ ആളുകളെ അകാരണമായി ഉപദ്രവിപ്പാനും പിടിപ്പാനും പീഡിപ്പിക്കുവാനുമൊക്കെ അവർ ഉത്സാഹിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് അനവധിയായിട്ട് നാം കാണുന്നവരാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതായ വ്യക്തിത്വങ്ങൾ എന്ന നിലകളിൽ നാം ഈ ലോകത്ത് കാണുന്ന അനവധി സംഭവങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തിന്മയുടെയും ഫലമായി നിരപരാധികളായിരിക്കുന്ന, പാപികളായിരിക്കുന്ന അനവധി ആളുകൾ വളരെ നൊമ്പരങ്ങൾ, വേദനകൾ അനുഭവിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാം രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, പരമാർത്ഥതയോടെ ജീവിച്ചു പോകുന്നതായ നാബോത്ത് എന്ന് പറയുന്നതായ മനുഷ്യൻ്റെ പിതാക്കന്മാരുടെ അവകാശമായി നൽകപ്പെട്ടതായ ഭൂമി ആഹാബ് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് നൽകാത്തത് നിമിത്തം ഇസബേൽ നാബോത്തിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുകയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് നീചന്മാരായ ആളുകളെ തനിക്ക് എതിരായി ഇരുത്തിക്കൊണ്ട് നീതിമാനായ സാധുവായ നാബോത്തിന് വിരോധമായി ആലോചന പറയുകയും ആ തലത്തിൽ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനും ഇടയായിത്തീർന്നു എന്ന് 21-ാം അധ്യായം ഉടനീളമായി വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നീതിമാനായ, നിരപരാധിയായ, സാധുവായ ആ നാബോത്തിനെ കഴിവുള്ള, പ്രാപ്തിയുള്ള, തൻ്റെയിടമുള്ള അഹങ്കാരിയായ ആഹാബിൻ്റെ കെറൂഫിൽ കൊല്ലപ്പെടുമ്പോൾ ആ നൊമ്പരം കടിച്ചമർത്തി മുൻപോട്ട് പോകുന്നതായ ഒരു കുടുംബത്തെയാണ് നമുക്കവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നിർദോഷിയെ, ഒരു നിർമ്മലതയോടെ ജീവിക്കുന്ന വ്യക്തിയെ, ഒരു സാധുവായ മനുഷ്യനെ കൈക്കരുത്തുകൊണ്ട്, പണത്തിൻ്റെ സ്വാധീനം കൊണ്ട്, രാഷ്ട്രീയ സാമൂഹിക അംഗീകാരമുള്ളതുകൊണ്ട് പീഡിപ്പിക്കുവാൻ നോക്കുമ്പോൾ അതൊക്കെ ഒരു പരിധിവരെ ചെയ്തെടുക്കുവാൻ സാധിച്ചെന്നു വരാം. എന്നാൽ നിർദോഷി അനുഭവിച്ചതായ വേദനകളുടെ നടുവിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവത്തിൻ്റെ കരം നാളുകളിൽ വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരുമെന്നു കൂടി ഓർത്തു വയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഏറ്റവും പ്രധാനമായി മുൻപിൽ നിന്ന ഇസബേലിനെ സംഭവിക്കപ്പെട്ടത് തൻ്റെ തകർച്ചയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നിർദോഷികളെ കാരണം കൂടാതെ പീഡിപ്പിക്കുന്നവരായിട്ടല്ല, നാം പരമാർത്ഥതയോടെ സാധുക്കളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരായി തീരേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിരപരാധികളായ, സാധുക്കളായ, പാവങ്ങളായ ആളുകളെ ഉപദ്രവിക്കുന്നവരും പീഡിപ്പിക്കുന്നവരുമായിട്ടല്ല, ഞങ്ങൾ സാധുക്കളോട് ചേർന്ന് നിന്ന് അവരുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.